നിയമസഭയിൽ മന്ത്രിമാരുടെ സീറ്റുകളിൽ മാറ്റം. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത സീറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ. വിവരങ്ങളുമായി പ്രതീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ് ഇവിടെ നിയമസഭയിലെ മീഡിയ റൂമിലാണുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു കൗതുകമാണ് ജനങ്ങൾക്ക് ഈ ഇരിപ്പിടങ്ങൾ, ഒന്നാമനാര്, രണ്ടാമനാര്, മൂന്നാമനാര് എന്നൊക്കെ അറിയാൻ. അപ്പോൾ അത്തരത്തിൽ ഇരിപ്പിടങ്ങളിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. എന്താണ് ആ മാറ്റം? ക്രിസ്റ്റീന, പ്രവിധ, തീർച്ചയായും. കാരണം ORKയുടെ മന്ത്രി ആയതോടുകൂടി തന്നെ നിയമസഭയിൽ മന്ത്രിമാരുടെ കസേരകളിലും മാറ്റം വരുമെന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നതാണ്. ഇന്ന് രാവിലെ നിയമസഭാ സമ്മേളനം ചേർന്നതോടെയാണ് ഈ മാറ്റം എന്താണെന്ന് മനസ്സിലായത്. ധനമന്ത്രി KN ബാലഗോപാലാണ് ഇപ്പോൾ നിയമസഭയിൽ രണ്ടാമൻ. മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്തായി ധനമന്ത്രി KN ബാലഗോപാലിനാണ് ഉള്ളത്. മൂന്നാമനായി റവന്യൂ മന്ത്രി K രാജനുമുണ്ട്. ORKയുടെ സീറ്റ് രണ്ടാം നിരയിലാണ്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിക്കൊപ്പമാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വികസന വകുപ്പ് മന്ത്രി ORKയുടെ സ്ഥാനം നൽകിയിരിക്കുന്നത്. നേരത്തെ K രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ ഈ നിയമസഭയിൽ രണ്ടാമൻ K രാധാകൃഷ്ണനായിരുന്നു. മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്തായി K രാധാകൃഷ്ണനായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്. ഈ സീനിയോറിറ്റി അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ഈ നിയമസഭയിൽ മന്ത്രിമാരുടെ സീറ്റുകൾ നിശ്ചയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ K രാധാകൃഷ്ണൻ നേരത്തെ ഇരുന്നിരുന്ന അതേ സീറ്റിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ നിയമസഭയിൽ ചോദ്യോത്തര വേള തുടരുകയാണ്. ഈ ചോദ്യോത്തര വേളയിൽ ഇന്ന് രാവിലെ ജീവാനന്ദം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. പ്രതിപക്ഷമടക്കം നേരത്തെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ ഒന്നായിരുന്നു ജീവാനന്ദം പദ്ധതി. ഈ സർക്കാർ ജീവനക്കാരെ നിർബന്ധിതമായി പദ്ധതിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾ പൂർണ്ണമായും ധനമന്ത്രി KN ബാലഗോപാൽ ഇവിടെ തള്ളിയിട്ടുണ്ട്. ജീവാനന്ദം പദ്ധതി നിർബന്ധിത പദ്ധതിയല്ല എന്നും ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, ജീവനക്കാർക്ക് ആവശ്യമെങ്കിൽ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ പദ്ധതിയിൽ അംഗമായാൽ മതിയെന്നുമാണ് ഇന്ന് ഈ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ വിശദീകരിച്ച കാര്യം. മാത്രമല്ല, ഇതിൽ തുടർ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോവുക എന്നതാണ് പ്രധാനമായും ധനമന്ത്രി ഇന്ന് വിശദീകരിച്ച കാര്യം. പക്ഷേ രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഈ ധനമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു. സർക്കാർ ജീവനക്കാരോട് ഏറ്റവും ക്രൂരത കാട്ടുന്ന ഒരു സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളൊരു വിമർശനമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചോദ്യോത്തരവേള അവസാനിക്കും. അതിനുശേഷം അടിയന്തര പ്രമേയമായിരിക്കും. രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. ഈ അപകടങ്ങൾ തടയുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്നുള്ള ആരോപണമായിരിക്കും പ്രധാനമായും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്ന കാര്യം. കോവളം MLA M വിൻസെന്റ് ആണ് ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഇന്ന് നിയമസഭയിൽ നടക്കുന്നുണ്ട്. അത് ഒരു മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ഒരു പ്രമേയമാണ്. ഈ കേരളത്തിന്റെ, ഇന്ത്യൻ ഭരണഘടനയിൽ കേരളത്തിന്റെ പേര് മാറ്റം, കേരള, ഗവൺമെന്റ് ഓഫ് കേരള എന്നുള്ളത് കേരളം എന്നാക്കുന്ന പ്രമേയവും ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.